ഉയർപ്പ് മൂന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കാൻ തയ്യാറാകുന്നവനാണ് നല്ല ഇടയൻ. നല്ല ഇടയന്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നു. യേശു താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് പിതാവിനോടുള്ള ആത്മബന്ധത്തെ പ്രതിയാണ്. കാരണം പിതാവ് നമ്മെ അത്രയേറെ സ്നേഹിക്കുന്നു. അതിനായി സ്വന്തം പുത്രനെ പോലും ബലി കഴിക്കാൻ തയ്യാറാകുന്നു. അവന്റെ ബലി നമ്മെ ദൈവപുത്ര സ്ഥാനത്തിന് യോഗ്യരാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ ഒരിക്കലും നശിക്കാത്ത നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. അവന്റെ ഈ വാക്കുകൾ വിശ്വാസയോഗ്യമല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ മൂലമെങ്കിലും വിശ്വസിക്കാൻ യേശു ആവശ്യപ്പെടുന്നുണ്ട്. അവന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അടുത്തു വരാൻ കഴിയാത്തത് അവർ അവന്റെ അജഗണത്തിൽ പെടാത്തവരായതുകൊണ്ടാണത്രേ. യേശുവിന്റെ അനുസരണം പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്നായിരുന്നതുപോലെ അവനിൽ വിശ്വസിക്കുന്നവരും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തിന്റെ അടിമത്തത്തിൽ നിന്നായിരിക്കണം അനുസരിക്കേണ്ടത്. സ്നേഹത്തിന്റെ ബന്ധമുള്ളപ്പോൾ നഷ്ടങ്ങളൊന്നും ബന്ധനമാകുന്നില്ല. അവിടെ ശുശ്രൂഷിക്കപ്പെടലില്ല, ശുശ്രൂഷയും കൊടുക്കലും മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ ഈ ഉന്നത ഭാവം കുടുംബ ബന്ധങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ.